നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് നമുക്കറിയാം, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ്. ഒരുപാട് ചോദ്യങ്ങൾ വരാൻ ചാൻസുള്ള ഒരു ടോപ്പിക്കും കൂടെയാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ളത്. അപ്പം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു സിംഗിൾ വീഡിയോയിൽ നമ്മളിപ്പം ചെയ്യുന്നില്ല, പകരം ഒരു 3 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് കുറേശ്ശെ പഠിക്കാം. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20-നാണ് അദ്ദേഹം ജനിച്ചത്. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട് വയൽവാരം വീട് എന്നാണ് അറിയപ്പെടുന്നത്. ബാല്യകാല നാമം നാരായണൻ. അദ്ദേഹത്തെ ചെറുപ്പകാലത്ത് വിളിച്ചിരുന്നത് നാരായണൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ. അപ്പം മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനാണ് നാരായണൻ. അദ്ദേഹം വയൽവാരം വീട്ടിലാണ് ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ 1856 ഓഗസ്റ്റ് മാസം 20-ാം. അപ്പോൾ ഒന്നുകൂടെ പറയാം, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ കുട്ടിയമ്മയുടെയും മാടനാശാൻ്റെയും മകനായി നാരായണൻ എന്ന പേരിൽ ശ്രീനാരായണ ഗുരു ജനിച്ചു. വർഷം 1856 ഓഗസ്റ്റ് 20. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കാളിയമ്മ. സമാധിയായ വർഷം 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതി. അപ്പം 1856 ഓഗസ്റ്റ് 20-ന് ജനിക്കുന്നു. 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതി അദ്ദേഹം സമാധിയാവുന്നു. മലയാള മാസം 1104 കന്നി 5. അപ്പോൾ നമുക്ക് കന്നി 5 അറിയാലോ. കന്നി 5 നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിയായ ആ ദിവസത്തെ ആസ്പദമാക്കിയാണ് നടത്തുന്നത്. ഇനി മറ്റ് വിവരങ്ങളിലേക്ക് പോയാൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റ് സഹോദരിമാരെക്കുറിച്ച് പഠിക്കണം. കൊച്ചു ദേവി, കൊച്ചുമാത. അപ്പം 3 സഹോദരിമാരുണ്ട്. ആരൊക്കെയാണ്? കൊച്ചു ദേവി, കൊച്ചുമാത. ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. അപ്പോൾ കണ്ണങ്കര മൂത്തപിള്ള ആശാനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ഗുരു. ഇദ്ദേഹത്തിൻ്റെ മറ്റ് ഗുരുക്കന്മാർ പറയുമ്പോൾ ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയത് തൈക്കാട് അയ്യാവാണ്. തൈക്കാട് അയ്യാവിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ഗുരു കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിനെ പകർന്നു നൽകിയ വ്യക്തി തൈക്കാട് അയ്യ. ഈ തൈക്കാട് അയ്യയെ ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത് മറ്റൊരു നവോത്ഥാന നായകനായ ചട്ടമ്പി സ്വാമിയാണ്. അപ്പം ചട്ടമ്പി സ്വാമിയാണ് തൈക്കാട് അയ്യയെ പരിചയപ്പെടുത്തി കൊടുത്തത്. തൈക്കാട് അയ്യ എന്ത് ചെയ്തു? ശ്രീനാരായണ ഗുരുവിന് ഹഠയോഗ വിദ്യ പകർന്നു കൊടുത്തു. ഇനി മറ്റു ഗുരുക്കന്മാരെക്കുറിച്ച് പറഞ്ഞാൽ കുമ്മമ്പള്ളി രാമപിള്ള ആശാൻ, തൈക്കാട് അയ്യ, കൃഷ്ണൻ വൈദ്യർ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ഗുരുവായിട്ട് നമ്മൾ അറിയുന്നത് കണ്ണങ്കര മൂത്തപിള്ള ആശാനാണ്. മറ്റ് ഗുരുക്കന്മാർ കുമ്മമ്പള്ളി രാമപിള്ള ആശാനും തൈക്കാട് അയ്യാവും, പിന്നെ അതുപോലെ കൃഷ്ണൻ വൈദ്യരും. ഇനി ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം അത് മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിലാണ്. അവിടെ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത്. അപ്പോൾ മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ച്. ഈ മരുത്വാമല സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. അപ്പോൾ കന്യാകുമാരിയിലുള്ള മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിന് എന്ത് ലഭിച്ചത്? ജ്ഞാനോദയം ലഭിച്ചത്. ഇദ്ദേഹം അരുവിപ്പുറത്ത്, വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ്, അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 1887. നമ്മൾ പഠിച്ചിട്ടുണ്ടാകുന്ന തൊട്ടടുത്ത ക്വസ്റ്റ്യനാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം. 1888. അപ്പം 1887 ക്ഷേത്രം പണി കഴിപ്പിക്കുന്നു അരുവിപ്പുറത്ത്. അവിടെ പ്രതിഷ്ഠ നടത്തിയത് തൊട്ടടുത്ത വർഷം 1888. ഈ പ്രതിഷ്ഠയ്ക്ക് ഉള്ള വിഗ്രഹക്കല്ല് കണ്ടെത്തിയത് നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ് ഈ അരുവിപ്പുറത്തെ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹത്തിൻ്റെ കല്ല് കണ്ടെത്തിയത്. ഈ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലാണ്. അപ്പോൾ നെയ്യാറ്റിൻകരയിലാണ് നെയ്യാറിലാണ് ശങ്കരൻകുഴി. ഓക്കെ, അപ്പോൾ അത് നോക്കാമല്ലോ. അപ്പോൾ എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു, കുട്ടിക്കാലം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണ് സഹോദരിമാർ? കൊച്ചുദേവിയും കൊച്ചുമാതയും. ഇനി മറ്റ് വിവരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. നമുക്ക് പരിചയമുള്ള വരികളാണ്.
ഇത് ഗുരുദേവൻ്റെ വാക്കുകളാണ്. ഈ വാക്കുകൾ അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിലാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് എഴുതിയിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറത്തെ. നേരത്തെ പറഞ്ഞ 1887 സ്ഥാപിച്ച് 1888 വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറത്ത് ക്ഷേത്ര കവാടത്തിലാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വിഗ്രഹത്തിന് കല്ല് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ പറഞ്ഞതല്ലേ, നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന്. ഇനി മറ്റ് ചോദ്യങ്ങളിലേക്ക് പോയാൽ, ശ്രീനാരായണ ഗുരു ആദ്യത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം. അപ്പോൾ ശ്രീനാരായണ ഗുരു ആദ്യത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? വക്കം, തിരുവനന്തപുരം ജില്ല തന്നെയാണ്. വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ആദ്യമായി നടത്തിയത്. ഇദ്ദേഹത്തിൻ്റെ സമകാലീനായിരുന്ന ചട്ടമ്പി സ്വാമികളുടെ സാന്നിധ്യത്തിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ മറ്റൊരു ക്ഷേത്രമാണ് പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രം. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ സാന്നിധ്യത്തിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രം. ഓം എന്ന് രേഖപ്പെടുത്തിയ തകിട് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത് എവിടെയാണ്? മുരുക്കുമ്പുഴ ക്ഷേത്രം, തിരുവനന്തപുരം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് അറിയാൻ പറ്റുന്നതെല്ലാം തിരുവനന്തപുരത്താണ് വന്നിരിക്കുന്നത്. അപ്പം ഓം എന്ന് രേഖപ്പെടുത്തി തകിട് കൊണ്ടുവച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്തെ മുരുക്കുമ്പുഴ ക്ഷേത്രത്തിലും. ചട്ടമ്പി സ്വാമിയുടെ കൂടെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയത് പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രത്തിലും. ആദ്യമായിട്ട് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയത് വക്കത്തുമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മുരുക്കുമ്പുഴയിലെ ഓം എന്ന് രേഖപ്പെടുത്തിയ തകിട് കാര്യം പറഞ്ഞില്ലേ, അതിനകത്ത് സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നുകൂടെ ആ തകിടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓം എന്ന് രേഖപ്പെടുത്തിയ തകിട് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത് മുരുക്കുമ്പുഴ ക്ഷേത്രമാണ്. അതിൽ തന്നെ സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നും എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് വിളക്കമ്പലം, തൃശ്ശൂർ ജില്ലയിലെ കാരമുക്ക് എന്ന സ്ഥലത്തെ വിളക്കമ്പലത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? ശ്രീനാരായണ ഗുരു നിലവിളക്ക്. അപ്പം നിലവിളക്കിൽ വിളക്കുണ്ട്. അപ്പം നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് കൊണ്ട് എന്താണ്? വിളക്കമ്പലം, കാരമുക്കിൽ. ഇവിടെ തൃശ്ശൂർ ജില്ലയിലാണ് കാരമുക്ക് വരുന്നത്. ഇനി വളരെ ഫേമസ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്, ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം. അത് ഒരുപാട് ചോദ്യപേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. എന്താണ്? കളവങ്കോട് ക്ഷേത്രം, കണ്ണാടി പ്രതിഷ്ഠ. ഓക്കെ, അപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കളവങ്കോട് ക്ഷേത്രം. ഓക്കെ, വെച്ചൂരിലുള്ള. ഇദ്ദേഹം അവസാനം നടത്തിയ കണ്ണാടി പ്രതിഷ്ഠയും കളവങ്കോട് തന്നെയാണ്. ഈ കളവങ്കോട് നടത്തിയ കണ്ണാടി പ്രതിഷ്ഠയെ മറ്റൊരു പേര് വിളിക്കും ഓംകാര പ്രതിഷ്ഠ അല്ലെങ്കിൽ പ്രണവ പ്രതിഷ്ഠ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് കണ്ണാടി പ്രതിഷ്ഠ? ഓംകാര പ്രതിഷ്ഠ അല്ലെങ്കിൽ പ്രണവ പ്രതിഷ്ഠ. ഈ ഉല്ലലയിൽ, അതായത് ഈ കളവങ്കോട് ക്ഷേത്രത്തിലെ ഉല്ലലയിലെ കണ്ണാടി പ്രതിഷ്ഠ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓങ്കാരേശ്വര പ്രതിഷ്ഠ. എന്താണ്? ഓങ്കാരേശ്വര പ്രതിഷ്ഠ. ഈ കണ്ണാടി പ്രതിഷ്ഠയിലൂടെ എന്താണ് ഗുരു മുന്നോട്ട് വെച്ചത്? അഹം ബ്രഹ്മാസ്മി. അപ്പം അഹം ബ്രഹ്മാസ്മി എന്നാണ് ഗുരു കണ്ണാടി പ്രതിഷ്ഠയിലൂടെ മുന്നോട്ട് വെച്ചത്. അതായത് യു ആർ യുവർ സെൽഫ് ഗോഡ്, നിങ്ങളാണ് നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ദൈവമാണ് എന്നുള്ള ഒരു തത്വമാണ് കണ്ണാടി. കാരണം കണ്ണാടി നമ്മളെയാണല്ലോ കാണുന്നത്. അപ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള ഒരു തത്വമാണ് അദ്ദേഹം ഇതിലൂടെ മുന്നോട്ട് വെച്ചത്. അതിന് അഹം ബ്രഹ്മാസ്മി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രമാണ് തിരുപ്പതീശ്വര ക്ഷേത്രം. അപ്പോൾ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച മറ്റൊരു ക്ഷേത്രം എവിടെയാണ്? മംഗലാപുരത്താണ്. അത് തിരുപ്പതീശ്വര ക്ഷേത്രം. ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത്, അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇദ്ദേഹം അപ്പോൾ കോഴിക്കോട് സ്ഥാപിച്ച ക്ഷേത്രമാണിത്, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. ആ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ തറക്കല്ലിട്ടത് നമ്മളുടെ ആനി ബസൻ്റാണ്. അപ്പം ഒന്ന് ഓർത്ത് വയ്ക്കുക, ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് ആനി ബസൻ്റാണ് എന്ത് ചെയ്തത്? തറക്കല്ലിട്ടത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളായ പുലികളി, തിരണ്ട് കല്യാണം പോലുള്ളവയ്ക്കെതിരെ ജനങ്ങളിൽ അവബോധം ഇദ്ദേഹം സൃഷ്ടിച്ചു. അപ്പോൾ സമൂഹത്തിലെ അനാചാരങ്ങളായിരുന്ന, അന്നത്തെ കാലത്തെ അനാചാരങ്ങളായിരുന്ന പുലികളി, തിരണ്ട് കല്യാണം പോലുള്ളവയ്ക്കെതിരെ ഇദ്ദേഹം അവബോധം ജനങ്ങളിൽ സൃഷ്ടിച്ചു. ആർഭാടത്തിൻ്റെ ജീവിതം ഉപേക്ഷിച്ച് ലളിതമായ ജീവിതശൈലി സ്വീകരിക്കാൻ ഗുരു ജനങ്ങളെ ഉപദേശിച്ചു. അപ്പം ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫൊക്കെ ഉപേക്ഷിച്ചിട്ട് സിമ്പിളായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് പോകാനാണ് ഗുരു എന്ത് ചെയ്തത്? ജനങ്ങളെ ഉപദേശിച്ചത്. ഇനി മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ എടുക്കാം. നാണുവാശാൻ എന്നറിയപ്പെട്ടത് ഇദ്ദേഹമാണ്. കോടതികളിൽ നേരിട്ട് ഹാജരാകിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന ഒരു നവോത്ഥാന നായകനായിരുന്നു. കാരണം അറിയാലോ, സന്യാസി വര്യനായിരുന്നു, ഗുരുവായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതികളിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ്. നാണയത്തിൽ കോയിനിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ്.
മറ്റൊരു രാജ്യത്തിൻ്റെ, അതായത് ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ്. നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടുള്ള വ്യക്തിയും ഇദ്ദേഹമാണ്. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരേയൊരു നവോത്ഥാന നായകനും ഇദ്ദേഹമാണ്. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനും ഇദ്ദേഹമാണ്. അപ്പോൾ എന്തൊക്കെയാണ് അറിയേണ്ടത്? ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകളുണ്ട്. നാണുവാശാൻ, കാരണം കുട്ടിക്കാലത്ത് നാരായണൻ എന്നല്ല ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. അപ്പം നാണുവാശാൻ എന്നറിയപ്പെട്ടിരുന്നു. കോടതികളിൽ നിന്ന് നേരിട്ട് ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും അതുപോലെ നമ്മുടെ കോയിനിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിലുണ്ടായിരുന്നു. നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മലയാള മനോരമ കണക്കാക്കിയിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിച്ചതും ജീവിച്ചിരിക്കുമ്പോൾ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടതുമായ വ്യക്തി ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഇദ്ദേഹത്തിനാണ് മരണവും ജനനവും എന്ത് ചെയ്തിട്ടുണ്ട്, അവധി ദിവസമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരേ ഒരു നവോത്ഥാന നായകനും ഇദ്ദേഹമാണ്. ഇനി മറ്റ് ആശ്രമങ്ങളെക്കുറിച്ച് പറയാം. ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സർവമത സമ്മേളനമൊക്കെ പഠിക്കാനുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? 1913 അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. അത് ആലുവ അദ്വൈതാശ്രമമാണ്. ഓക്കെ, അപ്പം ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം, വളരെ ഫേമസ് ആയിട്ടുള്ള കോഡാണ് എന്ത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ഈ ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ്. 1924. 1924 നമുക്ക് കേരള ചരിത്രത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ് 1924. ഓക്കെ, അപ്പം 1913 അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1924 ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യൻ എന്ന സന്ദേശം നൽകി. ഇദ്ദേഹം ഈ ആശ്രമ സങ്കല്പത്തിലെ ഒരേ ഒരു ആശ്രമമാണ്. അതായത് ഗുരു സ്ഥാപിച്ച ആശ്രമ സങ്കല്പത്തിലെ ഏക ആശ്രമം എന്ന് പറയുന്നത് അദ്വൈതാശ്രമമാണ്. ഇവിടെ ഒരു ക്ഷേത്രമോ ദേവതയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആരാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ക്ഷേത്രവും ഇല്ല ദേവതയും ഇല്ല. ഇവിടുത്തെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഒരു ഓം സാഹോദര്യം സർവത്ര, ഓം സാഹോദര്യം സർവത്ര. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കെന്തായിരുന്നു? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഇനി ഈ ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് നദീതീരം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവയുടെ അടുത്തൂടെ പോകുന്ന ഏതാണ്? പെരിയാറാണ്. അപ്പോൾ പെരിയാറാണ് അവിടെ നദിയുള്ളത്. ഇനി അടുത്തത് സമസ്ത കേരള സഹോദര സമ്മേളനം നടന്നത് 1921. അപ്പം 1913 അടിച്ച് എന്ത് ചെയ്തു? ആശ്രമം സ്ഥാപിക്കുന്നു. 24 ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യൻ എന്ന വാക്ക് പറയുന്നു. 1921 മെയ് 15 സമസ്ത കേരള സഹോദര സമ്മേളനം നടന്നു. ഇത് നടന്നത് അദ്വൈതാശ്രമത്തിലാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശമായിരുന്നു മനുഷ്യരുടെ മതം വേഷം ഭാഷ മുതലായവ എങ്ങനെയായിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവും ഇല്ല. അപ്പം മനുഷ്യരുടെ മതം വേഷം ഭാഷ മുതലായവ എങ്ങനെയായിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവും ഇല്ല. ഇനി മറ്റൊരു കാര്യം പറയാം. ആലുവയിൽ തന്നെ അദ്വൈത ആശ്രമത്തിൽ നടന്ന മറ്റൊരു സംഭവമാണ് സർവമത സമ്മേളനം. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എന്തായിരുന്നു? 1921 സമസ്ത കേരള സഹോദര സമ്മേളനമായിരുന്നു 1921 നടന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1924 സർവമത സമ്മേളനം. ഇതിൻ്റെ പ്രത്യേകത പറയുമ്പോൾ ഇതിൻ്റെ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ആയിരുന്നില്ല, ജസ്റ്റിസ് ടി സദാശിവ അയ്യർ, മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ടി സദാശിവ അയ്യരായിരുന്നു ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഈ സർവമത സമ്മേളനത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 1924 വളരെ ഫേമസ് ആയിട്ട് സന്ദേശം ഏതാണ്? ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യനെ എന്ന സന്ദേശം ശ്രീനാരായണ ഗുരു നൽകിയത്. ഈ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അപ്പം ഈ സമ്മേളനത്തിൽ വെച്ച് ഗുരു പറഞ്ഞത് എന്താണ്? ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന്. ഇതിൻ്റെ മുദ്രാവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല, പകരം അറിയാനും അറിയിക്കാനും എന്നാണ്. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വർഷം ആഘോഷിച്ചത് 2020. അപ്പോൾ 1924 അദ്വൈത ആശ്രമത്തിൽ വെച്ച് സർവമത സമ്മേളനം നടത്തി. അതിൻ്റെ 100ാം വാർഷികം എപ്പോഴായിരിക്കും? 2024. ഇനി അവസാനത്തെ നമ്മൾ ടോപ്പിക്ക് കൂടെ എടുക്കാം. അതായത് ഇദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു സ്ഥാപനം കൂടി അറിയണം. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇത് സ്ഥാപിച്ചത് 1903 മെയ് 15. ഓക്കെ,
അപ്പം നേരത്തെ നമ്മൾ മെയ് 15 ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ട് എന്തായിരുന്നു? 1921 മെയ് 15. അതെന്താ? സമസ്ത കേരള സഹോദര സമ്മേളനമായിരുന്നു. ഇവിടെ നമുക്ക് വരുന്നത് 1903 മെയ് 15. ഇത് മലയാള വർഷവും വെച്ച് പറയുകയാണെങ്കിൽ 1078 ഇടവൻ 2-നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ SNDPയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊല്ലമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് തിരുവനന്തപുരമാണെങ്കിലും SNDPയുടെ ആസ്ഥാനം വരുന്നത് കൊല്ലമാണ്. ഇതിൻ്റെ ആജീവനാന്തകാല അധ്യക്ഷൻ, എല്ലാ കാലത്തെയും ഒരേ ഒരു അധ്യക്ഷൻ മാത്രമേ ഉള്ളൂ, അത് ശ്രീനാരായണ ഗുരുവാണ്. ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ്, നമ്മുടെ കവിയായ കുമാരനാശാനായിരുന്നു. SNDPയുടെ പ്രഥമ വാർഷിക സമ്മേളനം നടന്നത് നേരത്തെ പറഞ്ഞ 1887 സ്ഥാപിച്ച് 1888 പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറത്ത് വെച്ചിട്ടാണ് വാർഷിക സമ്മേളനം നടത്തിയത്. ആദ്യത്തെ സ്ഥാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വാർഷിക സമ്മേളനം നടത്തിയത് അരുവിപ്പുറത്താണ്. SNDP രൂപം കൊണ്ട സംഘടന SNDP രൂപം കൊണ്ട സംഘടന അരുവിപ്പുറം ക്ഷേത്രയോഗം. അപ്പം ശാഖ, യൂണിയൻ, യോഗം എന്നതാണ് പ്രസ്ഥാനത്തിൻ്റെ ഘടന. അപ്പം ശാഖ, പിന്നെ യൂണിയൻ, പിന്നെ യോഗം, ഇങ്ങനെയാണ് പ്രസ്ഥാനത്തിൻ്റെ ഘടന വരുന്നത്. അപ്പോൾ SNDPയെ കുറിച്ച് പറയുമ്പോൾ കൂടെ പഠിക്കേണ്ട ഒരു മുഖപത്രമാണ് വിവേകോദയം. അപ്പോൾ SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം 1904. അപ്പോൾ SNDP സ്ഥാപിച്ചതെന്നാണ് 1903 മെയ് 15. 1903 മെയ് 15 SNDP സ്ഥാപിക്കുന്നു. തൊട്ടടുത്ത വർഷം SNDPയുടെ മുഖപത്രമായ വിവേകോദയം ആരംഭിക്കുന്നു. സ്ഥാപകൻ ആദ്യ സെക്രട്ടറിയായിരുന്നു കുമാരനാശൻ. സ്ഥാപക പത്രാധിപർ M. ഗോവിന്ദൻ. ഇത് മാറിപ്പോകരുത്. അപ്പം സ്ഥാപകനായിട്ടുള്ളത് SNDPയുടെ ആദ്യ സെക്രട്ടറിയായ കുമാരനാശനായിരുന്നു. സ്ഥാപക പത്രാധിപർ M. ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ്. വിവേകാനന്ദ സ്വാമികളോട് ആദര സൂചകമായി SNDPയുടെ മുഖപത്രത്തിന് അതുകൊണ്ടാണ് വിവേകോദയം എന്ന പേര് നൽകുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പറയുന്ന നമ്മുടെ SNDP എന്ന സംഘടന, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അത് സ്ഥാപിച്ചത് 1903-ലും 1904 വിവേകോദയം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളായി. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ള ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ. 1856 ഓഗസ്റ്റ് 20 ജനിക്കുന്നു. 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതി സമാധിയാകുന്നു. മാടനാശാൻ പിതാവ്, കുട്ടിയമ്മ മാതാവ്, കാളിയമ്മ ഭാര്യ. അപ്പോൾ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ് ജനിച്ചത്. ആദ്യകാല നാമം നാരായണൻ, എല്ലാം പറഞ്ഞു. കൊച്ചുദേവി, കൊച്ചുമാത എന്ന 3 സഹോദരിമാർ. കണ്ണങ്കര മൂത്ത പിള്ളയാശാൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ഗുരു. മറ്റു ഗുരുക്കന്മാർ കുമ്മമ്പള്ളി രാമപിള്ളയാശാൻ, തൈക്കാട് അയ്യകൃഷ്ണൻ വൈദ്യർ. കന്യാകുമാരിയിലെ മരുത്തുവാമലയിലെ പിള്ളത്തടം ഗുഹയിലാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത്. അദ്ദേഹത്തിന് സമകാലീനായിരുന്ന ചട്ടമ്പി സ്വാമിയാണ് അദ്ദേഹത്തിനെ തൈക്കാട് അയ്യാവെ പരിചയപ്പെടുത്തിയത്. 1887 അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിക്കുന്നു. വിഗ്രഹപ്രതിഷ്ഠ 88 സ്ഥാപിക്കുന്നു. അവിടെ നെയ്യാറിലുള്ള ശങ്കരൻകുഴിയിൽ നിന്ന് കല്ലെടുത്ത് വിഗ്രഹക്കല്ല് എടുക്കുന്നത് അത് നെയ്യാറ്റിൻകരയിലാണ്. പിന്നെ അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. പിന്നെ ആദ്യത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയത് വക്കം ക്ഷേത്രത്തിലും, ചട്ടമ്പി സ്വാമിയുടെ കൂടെ പ്രതിഷ്ഠ നടത്തിയത് പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രത്തിലും, മുരുക്കുമ്പഴ ക്ഷേത്രത്തിലാണ് ഇദ്ദേഹം ഓം എന്ന് തകിടിൽ രേഖപ്പെടുത്തിയത്. ഇദ്ദേഹം നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് വിളക്കമ്പലം കാരമുക്കിൽ, കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവങ്കോട് ക്ഷേത്രം. ഓംകാര പ്രതിഷ്ഠ അല്ലെങ്കിൽ ഓംകാരേശ്വര പ്രതിഷ്ഠ എന്നൊക്കെയാണ് കണ്ണാടി പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. കണ്ണാടി പ്രതിഷ്ഠയുടെ പുള്ളി മുന്നോട്ട് വെച്ച ആ ഒരു തത്വം അഹം ബ്രഹ്മാസ്മി. മംഗലാപുരത്ത് സ്ഥാപിച്ചത് തിരുപ്പതീശ്വര ക്ഷേത്രം. ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, അതിന് തറക്കല്ലിട്ടത് ആര്യവസൻ്റാണ്. പിന്നെ പുലികളി, തിരണ്ട് കല്യാണം പോലുള്ള ഒരു അനാചാരങ്ങൾക്കെതിരെ ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിച്ചു. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട ആളാണ്. ജീവിച്ചിരിക്കുമ്പോഴും പ്രതിമ സ്ഥാപിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ടുള്ള വ്യക്തിയും ശ്രീനാരായണ ഗുരുവാണ്. ജനനവും മരണവും അവധ്യവസ്ഥമായിട്ടുള്ള ആളാണ്. അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913-ലും 1924 സർവമത സമ്മേളനവും നടക്കുന്നു. പിന്നീട് ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് എന്ന് പറഞ്ഞതും 1924 അദ്വൈതാശ്രമത്തിലെ സർവമത സമ്മേളനത്തിൽ വെച്ചാണ്. SNDP സ്ഥാപിക്കുന്നത് 1903 മെയ് 15-നാണ്. ഇത് കൊല്ലത്താണ് ആസ്ഥാനം. 1904 എന്ത് ചെയ്യുന്നു? അതിൻ്റെ വിവേകോദയം എന്ന് പറയുന്ന മുഖപത്രം സ്ഥാപിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ പാർട്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത
ഭാഗങ്ങളിലൂടെ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് കൂടുതലറിയാം.